എല്ലാ മക്കൾക്കും മന്ന എഡ്യൂക്കേഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. വീണ്ടും വീഡിയോകൾ കാണണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നും കരുതുന്നു. അപ്പം നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ബയോളജിയുടെ തന്നെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ PT1 ബയോളജിയിൽ നിന്നുള്ളൊരു ചാപ്റ്ററാണിത്. മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ബുക്സിലെ 16th ചാപ്റ്ററാണ്. അപ്പം നമുക്കിതിനകത്തേക്ക് പോകാം. നമുക്ക് ആദ്യമേ ഒരു കൺസെപ്റ്റ്സ് പറയാം. ഒരു കൺസെപ്റ്റ് ഉള്ളത് എപ്പോഴും നല്ലത്. അപ്പം ലിസ്റ്റ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സിനകത്തെ എന്തൊക്കെ കൺസെപ്റ്റുകളാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഫ്രം ദി ബിഗിനിങ് നാച്ചുറൽ റിസോഴ്സസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഒരു സെക്കൻഡ് ഹാഫിൽ വാട്ടർ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിങ്, ഫോസിൽ ഫ്യൂവൽസ്. ഇത്രയാണ്. വലിയ ചാപ്റ്ററൊന്നുമല്ല, പക്ഷേ അത്രയ്ക്ക് നോക്കുമ്പോൾ വളരെ ഈസി ആണെങ്കിലും അത്രയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളായിരിക്കത്തില്ല അതിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായ നാച്ചുറൽ റിസോഴ്സസിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യമേ പഠിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സ്, അതർവൈസ് ഡിഫൈൻ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ്, anything in the environment which is useful to man or can be transformed into a useful product or can be used to produce a useful things is called a natural resources. എന്ന് വെച്ചാൽ എനിത്തിങ് ഇൻ ദ എൻവയോൺമെൻറ്റിലുള്ള എന്തെങ്കിലും വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാൻ, മനുഷ്യന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഓർ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു യൂസ്ഫുൾ പ്രോഡക്റ്റ്, അതല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് നമ്മൾക്കതിനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ യൂസ്ഫുൾ തിങ് ഈസ് കാൾഡ്, ഒരു ഉപയോഗമുള്ള വസ്തുവായിട്ട് പ്രകൃതിയിലുള്ള എന്തിനെയെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ റിസോഴ്സസ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നാച്ചുറൽ റിസോഴ്സസ് ഈസ് എനിത്തിങ് ഇൻ ദ എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാൻ or can be transferred into a useful product or can be used to produce a useful things is called natural resource. അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ഏതൊക്കെയാണ്, ഏത് വേണമെങ്കിലും പറയാം നാച്ചുറലായിട്ട്. സോയിൽ, എയർ, വാട്ടർ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, കോൾ ആൻഡ് പെട്രോളിയം ആർ ദ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതൊക്കെ ഭയങ്കര ഈസിയാണ്, നിങ്ങൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ മുന്നോട്ട് പോകാത്തത്. അപ്പം നമുക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞു. വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ടൈപ്പ് ഓഫ് റിസോഴ്സസ്, എത്ര ടൈപ്പ് റിസോഴ്സുകളുണ്ട്. നമുക്ക് പറയാം 2 ടൈപ്പ് റിസോഴ്സുകൾ നമുക്ക് നാച്ചുറലിൽ നിന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 2 ടൈപ്പ് ഓഫ് റിസോഴ്സുകൾ? ഫസ്റ്റ് വൺ ഈസ് എക്സ്ഹോസ്റ്റബിൾ, സെക്കൻഡ് വൺ ഈസ് ഇൻഎക്സ്ഹോസ്റ്റബിൾ. എന്താണ് ഈ എക്സ്ഹോസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ? എക്സ്ഹോസ്റ്റബിൾ ആർ പ്രസൻറ്റ് ഇൻ ലിമിറ്റഡ് ക്വാളിറ്റി. എപ്പോഴും എന്താണ്, ക്വാണ്ടിറ്റി. എക്സ്ഹോസ്റ്റബിൾ എന്താണ്? ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുകയുള്ളൂ. അത് നേച്ചറിൽ നിന്നുള്ളതാണ്. വീണ്ടും രണ്ടാമതുണ്ടാകാൻ കാലതാമസം ഉള്ളത് കൊണ്ടാണ് അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയി പോകുന്നത്. കോൾ ആൻഡ് പെട്രോളിയം ഓഫ് എന്താ, നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വീണ്ടും അത് എടുക്കാൻ പറ്റത്തില്ല, അത് അതോടുകൂടി നശിച്ചു പോവുകയാണ്. അപ്പം എക്സോസ്റ്റബിൾ റിസോഴ്സിനകത്തുള്ളതാണ് കോളും പെട്രോളിയം. എക്സോസ്റ്റബിൾ റിസോഴ്സസ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ് ഇൻ നേച്ചറിൽ. ഇൻഎക്സോസ്റ്റബിൾ എന്ന് വെച്ചാൽ ദീസ് ആർ പ്രസൻറ്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി. അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ട് നേച്ചറിലുള്ളതാണ് ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എയർ, വാട്ടർ ക്യാൻ നെവർ ഗെറ്റ് എക്സോസ്റ്റഡ്. എയറും വാട്ടറും നമ്മുടെ ഭൂമിയിൽ നിന്ന് നെവർ ഗെറ്റ് എക്സോസ്റ്റഡ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇൻഎക്സോസ്റ്റബിളിൻ്റെ എക്സാമ്പിൾസ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ദാ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ടോട്ടൽ കോളിഫോം കൗണ്ട് ലെവൽ ഇൻ ദ ഗംഗ 93-94 എന്ന് പറയുന്നത്. എന്താണ് ഈ കോളിഫോം എന്ന് പറയുന്നത്? കോളിഫോം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. എന്താണ് കോളിഫോം? എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അതിൻ്റെ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ഇൻഡസ്റ്റൈൻ കാണുന്നതാണ്. അത് ഹ്യൂമൻ ഇൻഡസ്റ്റൈനിൽ കാണുന്ന, അപ്പം നമ്മുടെ ലാട്രിൻ വഴിയൊക്കെ പുറത്തു പോകുന്നതാണ്, വെള്ളത്തിൽ കലർന്ന്
കോളിഫോം ബാക്ടീരിയ വെള്ളത്തിലേക്ക് എത്തുന്നത്. ദർ പ്രസൻസ് ഇൻ വാട്ടർ ഇൻ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എ കണ്ടാമിനേറ്റഡ് ബൈ ഡിസീസ് കേസിങ്. അതെന്താ, വെള്ളം കണ്ടാമിനേറ്റഡ് ആകുമ്പോഴാണ് കൺട്രോളിലധികമായിട്ട് കോളിഫോം ബാക്ടീരിയ ഉണ്ടാകുന്നത്. മൈക്രോ ഓർഗാനിസം ഇൻഡിക്കേറ്റിംഗ് ഫേഷ്യൽ പൊല്യൂഷൻ. അപ്പം നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് മെറ്റീരിയലിലൂടെ വെള്ളത്തിലേക്ക് കലരുന്ന കോളിഫോം ബാക്ടീരിയ എന്താണ്, അതെപ്പോഴും ഒരു വലിയ ഹ്യൂമൻ ഡിസീസിന് കാരണമാകുന്ന ഒന്നാണ്. അപ്പം വെള്ളത്തിലുള്ള ആ ഒരു പേജിൽ പഠിക്കാൻ പോകുന്നത്, അതിനകത്തൊരു കോളിഫോം കൗണ്ട് എന്ന് പറഞ്ഞു വരുന്നേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനല്ല പരീക്ഷയ്ക്ക് വരുന്ന കോളിഫോം ബാക്ടീരിയ. എന്താണ് കോളിഫോം ബാക്ടീരിയ? കോളിഫോം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ദാറ്റ് ആർ ഫോംഡ് ഇൻ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി ഇതെങ്ങനെയാണ് വെള്ളത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ, ലാർജ്ലി അൺട്രീറ്റഡ് സീവേജ് സച്ച് ആസ് ഗാർബേജ് ആൻഡ് എക്സ്ക്രീറ്റ ആർ ഡംപ്ഡ് ഇൻ ടു ഗംഗ. പൊല്യൂഷൻ ഈസ് ആൾസോ കേസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി സച്ച് ആസ് ബാത്തിങ്, വാഷിംഗ് ആൻഡ് ഇമോഷൻ ഓഫ് ആഷസ് ഓർ അൺബേൺഡ് ക്രോപ്സ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഗംഗയെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കിണറുകളിലും ഒക്കെ ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ റണ്ണിങ് വാട്ടറുകളിലും സ്ട്രീംസുകളിലും പോൺസുകളിലും ഒക്കെ കാണാറുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസായ ബാത്തിങ്ങും വാഷിങ്ങും ആഷസുകൾ, കത്തിക്കരിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒഴുക്കി വിടുന്നതും മൊത്തം ബേണാവാത്ത ക്രോപ്സിൻസിൻ്റെ വാക്യമൊക്കെ വിടുമ്പോഴാണ് അതിനകത്തുള്ള കോളി ബാക്ടീരിയസുകൾ വെള്ളത്തിൽ മിക്സ് ആവുന്നത്. ഇൻഡസ്ട്രീസ് ആൾസോ contribute in Ganga's pollution by discharging chemical effluents which are responsible for making the water toxic and killing aquatic organisms. പിന്നെ വേറൊരെണ്ണമെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസുകളാണ്. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന പൊല്യൂഷൻസുകൾ ഗംഗയിൽ എങ്ങനെയാണ്, കെമിക്കൽ എഫ്ലുവൻസ് ആണ്. ആ എഫ്ലുവൻസ് വഴി വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ വാട്ടർ ടോക്സിക്, വിഷമുള്ളതും അക്വാട്ടിക് ഓർഗാനിസത്തിനെ കൊന്നുകളയുവാനും പ്രാപ്തിയുള്ള കെമിക്കലുകൾ, ഇൻഡസ്ട്രിയൽ കെമിക്കൽസിൻ്റെ അഫക്ഷനാണ് രണ്ടാമത്തെ കാരണം. ഗംഗ ആക്ഷൻ പ്ലാൻ ഈസ് മാസീവ് മൾട്ടി core project launched in 1985 which has been undertaken to clean the excess pollution from river Ganga. അപ്പം 1985 മൾട്ടി കോർ പ്രോജക്റ്റ് ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, ഗംഗ ആക്ഷൻ പ്ലാൻ. അതെന്താണത്? ഗംഗ ആക്ഷൻ പ്ലാനായ മാസീവ് മൾട്ടി കോർ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ഇൻ 1985 which has been undertaken to clean the excess pollution from river Ganga. ഇനി അടുത്തത് പറയാവുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെഡ്യൂസിങ് ആൻഡ് റീസൈക്കിൾ റിസോഴ്സസ് ഈസ് ഓഫൺ കാൾഡ് 3R പ്രിൻസിപ്പിൾ. എങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും? എന്തിനെ? നാച്ചുറൽ റിസോഴ്സിനെ. ഹൗ ക്യാൻ മാനേജ് നാച്ചുറൽ റിസോഴ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3Rs പ്രിൻസിപ്പിൾ. എന്താണ് 3R പ്രിൻസിപ്പിൾ? നോക്കിക്കേ, റെഡ്യൂസ്, റീസൈക്കിൾ, റിസോഴ്സ് എന്ന് പറയുന്ന ചെറിയ 3 പാരഗ്രാഫുകൾ നിങ്ങളുടെ പേജിൽ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ്യൂസിങ് വേസ്റ്റ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് റിസോഴ്സസ്. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ്യൂസിങ് വേസ്റ്റിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് റിസോഴ്സുകളെ റീയൂസും റീസൈക്കിളും ചെയ്യുന്നതിനെയാണ് 3Rs പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് സസ്റ്റൈനബിൾ മാനേജ്മെൻ്റ് ആണ്. എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് വൈസ്ലി സോ ദേ മീറ്റ് കറൻറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്സ് വൈൽ പ്രിസർവിങ് ദം ഫോർ ദ നീഡ്സ് ഓഫ് എ ഫ്യൂച്ചർ ജനറേഷൻ. സസ്റ്റൈനബിൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സ് വൈസ്ലി, നല്ല ബുദ്ധിപൂർവം റിസോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് കറൻറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്, കറൻറ്റായിട്ടുള്ള ബേസിക് ഹ്യൂമൻ നീഡ്സുകളെ ചെയ്യുകയും വേണം. വൈൽ കൂടാതെ പ്രിസർവിങ് ദം ഫോർ നീഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷന് കാത്തുവെച്ചുകൊണ്ട് ഇപ്പോഴുള്ള മനുഷ്യർക്ക് ഉപയോഗിച്ചുകൊണ്ട് റിസോഴ്സുകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിനെയാണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ദ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് റിക്വയർ, എന്തൊക്കെ ഒരു മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് റിക്വയർ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടുന്നത്?
long term perspective so that these will last for a generation to come. ആദ്യത്തെ എന്താ, ലോങ് ടേം പെർസ്പെക്റ്റീവ്, മുൻകാഴ്ചയോടെ നാളത്തേക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് വിൽ ലാസ്റ്റ് ഫോർ ജനറേഷൻസ് ടു കം, പുതിയ ജനറേഷനുകൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ പുതിയ ജനറേഷനുകൾക്ക് വേണ്ടി എപ്പോഴും സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് വേണം നാച്ചുറൽ റിസോഴ്സുകളെ എന്ത് ചെയ്യാൻ, നമ്മൾ യൂസ് ചെയ്യാൻ. രണ്ടാമത്തത് എൻഷ്യൂർ equitable distribution of resources so that all economic section benefits from these resources. എല്ലാവർക്കും ഈ എൻഷ്യൂർ ചെയ്യിക്കണം, ഉറപ്പ് വരുത്തണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോയെന്ന്. സോ ദാറ്റ് അതുകൊണ്ട് ആൾ എക്കണോമിക് സെക്ഷൻ ബെനിഫിറ്റ്, എല്ലാ എക്കണോമിക് സെക്ഷനും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ദീസ് റിസോഴ്സസ്. ഒരു റിസോഴ്സിൽ നിന്ന് എല്ലാ എക്കണോമിക് സെക്ഷനിൽ നിന്നും ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണം. സേഫ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. മൂന്നാമത്തതെന്ന് വെച്ചാൽ എന്താണ്, സേഫായിട്ട് എന്ത് ചെയ്യണം, വേസ്റ്റിനെ ഡിസ്പോസൽ ചെയ്ത് കളയണം, കുഴിച്ചിടുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യണമെന്ന്. അടുത്തത്, ദ ഒബ്ജക്റ്റീവ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ടു പ്രൊവൈഡ് ദ എക്കണോമിക് വെൽ ബീയിങ് ടു ദ പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ് ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, എക്കണോമിക്കിനകത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ഹെൽത്തി എൻവയോൺമെൻറ്റും ഒരു ലൈഫ് സിസ്റ്റവും നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വഴി നമുക്ക് എന്ത് കിട്ടും, പ്രൊവൈഡ് ചെയ്ത് കിട്ടും എന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഈസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് because it is an area where number of species or range of different ലൈഫ് ഫ്രം എക്സിസ്റ്റ്. എന്താണ് നമ്മൾ പറയുക, ഒരു ഇതാ ഇവിടെ കിടപ്പുണ്ട് ഫോറസ്റ്റ് വൈൽഡ് ലൈഫിനകത്ത് ഇവിടെ കിടപ്പുണ്ടത്. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ടാണ്. ബയോഡൈവേഴ്സിറ്റി, പ്രകൃതിയുടെ ഡൈവേഴ്സിറ്റിയാണ് എന്ത്, ഫോറസ്റ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഏരിയ വെയർ നമ്പർ ഓഫ് സ്പൈസസ്, ഇഷ്ടംപോലെ സ്പൈസസുകളും മെഡിസിൻസുകളും ഓർ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ലൈഫ് ഫ്രം എക്സിസ്റ്റ്, നഷ്ടപ്പെടാതെ നശിച്ചു തീരാത്ത പ്രകൃതി തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ലൈഫുകളുടെ കൂട്ടമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വി നീഡ് ടു മാനേജ് നാച്ചുറൽ റിസോഴ്സ് ബിക്കോസ്. എന്തുകൊണ്ടാണ് നാച്ചുറൽ റിസോഴ്സ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് നാച്ചുറൽ റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരുന്നത്? ദേ ആർ ലിമിറ്റഡ്. വി നീഡ് ടു മാനേജ് നാച്ചുറൽ. നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ എപ്പോഴും മാനേജ് ചെയ്യണം. എന്താണ് കാരണം? ദേ ആർ ലിമിറ്റഡ് ആണ്. അത് ലിമിറ്റഡേ ഉള്ളൂ, അൺലിമിറ്റഡ് അല്ല. യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ എക്സ്പോണറ്റേഷൻ റേറ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. എന്താ ഇങ്ങനെ പറയുന്നത്? യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ എക്സ്പോൺഷ്യൽ റേറ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷൻ വളരുന്നതിനനുസരിച്ച്, കൂടുതലനുസരിച്ച് നാച്ചുറൽ റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ യൂസ് ചെയ്യും. അപ്പം നാച്ചുറൽ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഷുഡ് എൻഷുർ equitable distribution to all order to get benefit from the development of these resources. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയതുകൊണ്ടും പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടും നമുക്ക് എന്ത് വേണം? നമുക്ക് നാച്ചുറൽ റിസോഴ്സുകളെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് നാച്ചുറൽ റിസോഴ്സുകളെ മനുഷ്യൻ്റെ പെരുപ്പം അനുസരിച്ച് നശിപ്പിച്ച് കളയാതെ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യണം. ഫോറസ്റ്റ് ആർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോറസ്റ്റ് ആർ എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് വേറെ നമ്പർ ഓഫ് സ്പീഷീസ് ആർ ഫൗണ്ട്. അവിടെ ഒരുപാട് സ്പീഷീസുകളുണ്ട്, നമ്മളതിനെ കാത്തു സൂക്ഷിക്കണം. കൺസേർവിങ് ഫോറസ്റ്റ് വിൽ പ്രിസർവ് ദ ബയോഡൈവേഴ്സിറ്റി വിച്ച് എൻഷുർ ദ എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി. എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യണം? ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്ത് വെക്കണം. മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ഹാസ് ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പിന്നെന്ത് ചെയ്യണം?
ഫോറസ്റ്റ് റിസോഴ്സിനെ മാനേജ്മെൻറ്റ് ചെയ്യണം എങ്ങനെ? ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റാക്ക് ഹോൾഡേഴ്സ്, കുറേ സ്റ്റാക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിങ്ങിൻ്റെ അക്കോർഡിങ്ങിൽ റിസോഴ്സുകളെ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അധികൃതർ ചെയ്യണം. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് 4 സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആർ. എന്തൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ 4 സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക എന്ന് വെച്ചാൽ, ഫോറസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 4 സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആർ ലോക്കൽ പീപ്പിൾ ഹൂ ലീവ് ഇൻ ആൻഡ് അറൗണ്ട് ദ ഫോറസ്റ്റ് ആൻഡ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഫോർ ദെയർ ലൈഫ് ഗുഡ്. അപ്പോൾ എന്താണ്? ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫോറസ്റ്റിന് ചുറ്റുമുള്ളവർ ലോക്കൽ പീപ്പിൾസുകൾ ജീവിക്കുക. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് വിച്ച് ഓൺസ് ദ ഫോറസ്റ്റ് ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ഫ്രം ഫോറസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് വിച്ച് ഓൺസ് ദ ഫോറസ്റ്റ്. അപ്പം സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അവർ കൺട്രോൾ ദ റിസോഴ്സസ്, അവർ റിസോഴ്സുകൾ ആരെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി അതിനെ കൺട്രോൾ ചെയ്യണം. ഇൻഡസ്ട്രീസ് ഹൂ യൂസ് വേരിയസ് ഫോറസ്റ്റ് പ്രൊഡ്യൂസസ് ഫോർ ദെയർ ഫാക്ടറീസ്. അപ്പം ഇൻഡസ്ട്രിയൽസുകൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് അവരുടെ ഫാക്ടറിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് നിർത്തലാക്കണം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ടിവിസ്റ്റ് ഹൂ വാണ്ട് ടു കൺസേർവ് ദ നാച്ചർ ഇൻ ദ ഒറിജിനൽ ഫോം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ടിവിറ്റി, ഫോറസ്റ്റിൻ്റെയും വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസും ഹൂ വാണ്ട് ടു കൺസേർവ് ദ നേച്ചർ ഇറ്റ്സ് ഒറിജിനൽ ഫോം. ഒറിജിനൽ ഫോം ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ ഫോമിലേക്ക് ഫോറസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ആര് ചെയ്യണം? ഫോറസ്റ്റിൻ്റെയും വൈൽഡ് ലൈഫിൻ്റെയും ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വന്ന് അത് ചെയ്യണം എന്നൊക്കെയാണ് ഈ 4 സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ ഫോറസ്റ്റിൻ്റെ 4 സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് Industries would consider the forest as merely a source of raw material for its factories. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അവരുടെ റാ മെറ്റീരിയലിന് വേണ്ടി നമ്മുടെ ആരെ ഉപയോഗിക്കുന്നുണ്ട്? ഫോറസ്റ്റിനെ ഒരുപാട് നാശമാക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റ് ആർ ഇൻ നോ വേ ഡിപ്പെൻഡ് ഓൺ ദ ഫോറസ്റ്റ്, ഹവർ ദേ ടേക്ക് എ ഗ്രേറ്റ് പാർട്ട് ഇൻ കൺസേർവിങ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പിന്നെ ആരുണ്ട്? വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദേ ആർ ടേക്ക് എ ഗ്രേറ്റ് പാർട്ട് ഇൻ കൺസേർവിങ് ദ ഫോറസ്റ്റ്. കൺസേർവ് ചെയ്യാൻ വേണ്ടി വൈൽഡ് ലൈഫ് ആക്ടിവിസ്റ്റുകൾ എന്തൂസിയാസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അമൃത ദേവി ബിഷോനോയി ഇൻ 1731 സാക്രിഫൈഡ് ഹെർ ലോങ് ലൈഫ് വിത്ത് 363 other for the protection of a Kejri trees in കെജ്രാലി ഇൻ ദ മെമ്മറി ഓഫ് എ അമൃത ദേവി ബിഷ്ണോയി. അപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സ്ത്രീരത്നത്തിൻ്റെ പേരാണ് അമൃത ദേവി ബിഷ്ണോയി എന്ന് പറയുന്ന. അത് അവരുടെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അവർ വലിയൊരു ആക്ടിവിസ്റ്റായിരുന്നു. ട്രീസിനെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നിങ്ങളുടെ ഇതിനകത്ത്. അവരൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് അമൃത ദേവി ബിഷോണി നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ദ മെമ്മറി ഓഫ് അമൃത ദേവി ബിഷ്ണോയി. അമൃത ദേവിയുടെ മെമ്മറബിളായിട്ട് എന്തിട്ടുണ്ട്? അമൃത ദേവി ബിഷോണി നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് റീസെൻ്റ്ലി ആയിട്ട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. പിന്നുണ്ട് ദ ചിപ്കോ മൂവ്മെൻറ്റ് വാസ് ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വെയർ റൂറൽ പീപ്പിൾ എംബ്രാസ്ഡ് ദ ട്രീസ് ടു പ്രിവെൻറ്റ് ഫ്രം ബീയിങ് കട്ട് ഡൗൺ. പിന്നെ റൂറൽ പീപ്പിൾസിനെ എംബ്രാസ് ചെയ്തുകൊണ്ട് ട്രീകൾ കട്ട് ചെയ്യാതിരിക്കാൻ അവർ ട്രീകളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ച് കുഞ്ഞുനാൾ തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റി. അത് നാച്ചുറൽ റിസോഴ്സുകളെ അല്ലെങ്കിൽ ഫോറസ്റ്റുകളെ ട്രീകളെയൊക്കെ അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സുന്ദർലാൽ ബഹുഗുണയുടെ ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റി. അദ്ദേഹം ഒരുപാട് ട്രീകളെ വെച്ച് പിടിപ്പിക്കുകയും പ്രകൃതിയെ
പ്രകൃതിയെ കൺസേർവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വലിയ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ആളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫോറസ്റ്റേഷനാണ്. ഡിഫോറസ്റ്റേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അവൈലബിലിറ്റി ഓഫ് ഫോറസ്റ്റ് പ്രോഡക്റ്റ്. ഡിഫോറസ്റ്റേഷൻ അഫക്റ്റ് the availability of forest product, quality of soil and the resource of water, participation of the local people in important for a efficient management of forest. Within a period of 10 years, the previously worthless forest called Sal forest in West Bengal become valuable by involving the local people in managing the resources. Forest resources should be managed in a manner such that they are both environmentally and developmentally viable. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്നാണ്. എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്? സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് വൈസ്ലി ടു മേക്ക് ദം അവൈലബിൾ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്? ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് വൈസ്ലി ടു മേക്ക് ദം അവൈലബിൾ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ എന്നാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക്കായ വാട്ടർ കൺസർവേഷനിലേക്ക് പോവാം. വാട്ടർ കൺസർവേഷൻ ആൻഡ് ഫോസിൽ ഫ്യൂവലിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഫോസിൽ ഫ്യൂവൽ? കോൾ ആൻഡ് പെട്രോളിയം ആർ നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. കോളും പെട്രോളിയം എന്താണ്? നോൺ റിന്യൂവബിൾ, വീണ്ടും ഉണ്ടാക്കാൻ പറ്റാത്ത നാച്ചുറൽ റിസോഴ്സസ് ആണ്. കോൾ വാസ് ഫോംഡ് ഫ്രം ദ റിമൈനിങ് ഓഫ് ട്രീ ബറീഡ് ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത് ഫ്രം 500 million years ago. അപ്പം ട്രീകളുടെയും സ്കെലിറ്റനുകളും ഒക്കെ ഒരു 100-500 വർഷം മുന്നു വരെ ഭൂമിക്കടിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കോളും പെട്രോളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം അതത്ര എളുപ്പമുള്ളതല്ല. ഒരു ജനറേഷനിൽ ഉണ്ടായാൽ അടുത്ത ജനറേഷന് യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം 500-1000 വർഷങ്ങളൊക്കെ കഴിയണം. മനസ്സിലായോ? പെട്രോളിയം ഈസ് ഫോംഡ് ബൈ എ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് എ ഡെഡ് മറൈൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽ ബറീഡ് ഇൻ ദ ബോട്ടം ഓഫ് ദ സീസ്. അപ്പോൾ എന്താ പെട്രോളിയം എങ്ങനെ ഉണ്ടാകുന്നത്? ബാക്ടീരിയൽ ഡികമ്പോസിഷൻ ഓഫ് എ ഡെഡ് മറൈൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് അനിമൽ ബറീഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീസ്. സീയുടെ ഏറ്റവും അടിയിൽ ബറീഡ് ബാക്ടീരിയൽ ഡികമ്പോസിഷനാണ് പെട്രോളിയമായിട്ട് ഫോം ആവുന്നത് എന്ന് പറയുന്നു. പിന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നെസസിറ്റി ഓഫ് എ ജുഡീഷ്യസ് യൂസ് ഓഫ് എ കോൾ ആൻഡ് പെട്രോളിയം. എന്താണ് ജുഡീഷ്യൽ യൂസസ് ഓഫ് എ കോൾ ആൻഡ് പെട്രോളിയം? ദിസ് ഡീകമ്പോസിഷൻ ടേക്ക് പ്ലേസ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഫോർമേഷൻ ഓഫ് എ പെട്രോളിയം ലൈക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്. നമ്മൾ പെട്രോളിയത്തിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡികമ്പോസിഷൻ ടേക്ക് പ്ലേസ് അണ്ടർ ഹൈ പ്രഷർ. പെട്രോളിയം എങ്ങനെ ഉണ്ടാകുന്നത്? ഹൈ പ്രഷറിൽ ഫോർമേഷൻ ഓഫ് പെട്രോളിയം ലൈക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ടൈമിൽ ഹൈ പ്രഷറിൽ സീയുടെ അടിയിലാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പറയുന്നത് നെസസിറ്റി ഓഫ് ജുഡീഷ്യസ് യൂസ് ഓഫ് എ ലോക്കൽ ആൻഡ് പെട്രോളിയം. എന്താണ് കോളിൻ്റെയും പെട്രോളിയത്തിൻ്റെയും ജുഡീഷ്യൽ യൂസ്? ദ ഫോയിൽ ഫ്യൂവൽസ് കോൾ ആൻഡ് പെട്രോളിയം വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ആൻഡ് ദെയർ കമ്പഷൻ പൊല്യൂഷൻ our environment. So a judicious use of these resources is necessary. അപ്പോൾ എന്തുവാ പറയുന്നത്? ദ ഫോസിൽ ഫ്യൂവൽ കോൾ ആൻഡ് പെട്രോളിയം വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ആൻഡ് ദെയർ കമ്പൽഷൻ polluters our environment. So a judicious use of these resources is necessary. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് നമുക്ക് ആവശ്യമാണ്. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തുകൊണ്ട് അതിനൊരു ഹാംഫുൾ എഫക്റ്റും ഉണ്ടാവും. എന്താണ് ഹാംഫുൾ എഫക്റ്റ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്? യൂസിങ് ഫോസിൽ ഫ്യൂവൽസ്, കമ്പഷൻ ഓഫ് കോൾ ആൻഡ് ഹൈഡ്രോകാർബോൺസ് റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എപ്പോഴും എന്താണ്? ഒരു വിഷമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഓക്സൈഡ് ഓഫ് നൈട്രോജൻ എക്സെട്ര. ഇതെല്ലാം എന്താണ്? വളരെ വിഷമയമായിട്ടുള്ള വാതകങ്ങളാണ്. ഓക്കെ, ദീസ് കേസസ് എയർ പൊല്യൂഷൻ ആൻഡ് കേസ് വേരിയസ് ഡിസീസ് ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് ത്രോട്ട് പ്രോബ്ലം
കൺജക്ഷൻ എക്സെട്ര. അപ്പോൾ ഇതെന്തോ നമുക്കറിയാം, ഒരുപാട് പുകകൾ ഇത് ഉപയോഗിക്കുന്നത് വഴിയുള്ള, പെട്രോൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള, കോൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള പുക നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളുടെ ലങ്സിന് അത് ത്രോട്ടിനുമൊക്കെ കുഴപ്പമാണ്. എക്സസീവ് എമിഷൻ ഓഫ് എ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കേസസ് റൈസ് ഇൻ എങ്ങനെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണമാവും. അപ്പം എക്സസ് എമിഷൻ ഓഫ് എ ഗ്രീൻ ഹൗസ് ഗ്യാസസായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സസ് എമിഷൻ വഴി എന്താ ഉണ്ടാകുന്നത്? അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ദ ഓക്സൈഡ് ഓഫ് സൾഫർ, നൈട്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആർ എ പോയിസണസ് അറ്റ് ഹൈ കോൺസെൻട്രേഷനിൽ സൾഫർ ഓക്സൈഡും നൈട്രജനും ഒക്കെ എന്താണ്? വളരെ പോയിസണസ് ആണ്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ്. ഇതിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് വാതകമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതെന്ത് ചെയ്യും? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഇനിയിപ്പം വാട്ടർഫോൾ ആളിലേക്ക് നമുക്ക് പോകാം. Water is one of the most important and renewable natural resources and it is basic necessary for all form of life. Therefore, its conservation is very necessary. വെള്ളം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ജീവന് ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വെള്ളത്തെ കൺസർവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ കൺസർവ് ചെയ്യാം? റെയിൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. എങ്ങനെ കിട്ടും നമുക്ക് കൺസർവ് ചെയ്യാൻ വേണ്ടി? റെയിനിലൂടെ നമുക്ക് കിട്ടുന്നത് സൂക്ഷിച്ചു വയ്ക്കാം. ഇറിഗേഷൻ മെത്തേഡ് ലൈക്ക് ടാങ്ക്സ് ആൻഡ് കനാൽസ് ഹാവ് ബീൻ യൂസ്ഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ പല സ്ഥലങ്ങളിലും എന്തുണ്ട്? ഇറിഗേഷന് വേണ്ടി വെള്ളം കൃഷിയിടങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ടാങ്ക്സും കനാൽസുകളും ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താണ്? ഇറിഗേഷൻ മെത്തേഡ് ലൈക്ക് ടാങ്ക്സ് ആൻഡ് കനാൽസ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഡാംസ് ആണ്. ഇനി ഡാമുകൾ പറഞ്ഞാൽ ഇനി എങ്ങനെയൊക്കെ ഡാമുകൾ യൂസ് ചെയ്യാം? ഡാം എന്ന് പറയുന്നത് എൻഷുവർ ദ സ്റ്റോറേജ് ഓഫ് ആഡിക്വേറ്റ് വാട്ടർ ഫോർ എ ഇറിഗേഷന് വേണ്ടി ബൾക്കായിട്ട് വെള്ളം സംഭരിച്ച് വെക്കുന്നതാണ് ഡാമുകൾ. ആൻഡ് ആർ ആൾസോ യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഡാമുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റിയും ജനറേറ്റ് ചെയ്യാറ് ഉണ്ട്. വേരിയസ് ഡാം ഹാവ് ബീൻ ബിൽറ്റ് ഓൺ റിവർ ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് വാട്ടർ. ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ കുറേ പറയാം. തേറി ഡാം ഉണ്ട് ഓൺ റിവർ ഗംഗയിനകത്തുള്ള ഡാമാണ് തേറി ഡാം. 2 സർദാർ സരോവർ ഡാം എവിടെ? ഓൺ റിവർ നർമ്മദ. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ബക്ര നങ്കൽ ഡാം ഓൺ റിവർ സത്ലജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അത് ഓർത്തിരിക്കണം. തേറി ഡാം റിവർ ഗംഗയിലാണ്. സർദാർ സരോവർ ഡാം നർമ്മദയിലാണ്. ബക്ര നങ്കൽ ഡാം റിവർ സത്ലജിലുമാണ്. അപ്പം ഡാംസ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റോറേജ് ഓഫ് അഡിക്വേറ്റ് വാട്ടർ ആണ്. 2-3 ഡാം പേര് പറഞ്ഞു, എവിടെയാണെന്ന് പറഞ്ഞു. ഇനി ഡാമിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഡാമിൻ്റെ അഡ്വാൻറ്റേജസുകൾ? എൻഷുർ അഡിക്വേറ്റ് വാട്ടർ ഫോർ ഇറിഗേഷൻ. അത് തന്നെയാണ് ഒന്നാമത്. ഇറിഗേഷന് വേണ്ടി ആവശ്യത്തിന് വെള്ളത്തെ സംഭരിച്ച് വയ്ക്കുക. ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. രണ്ടാമത്തെ എന്താ? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ടു സിറ്റീസ് ആൻഡ് ടൗൺസ്. സിറ്റിയിലേക്കും ടൗണിലേക്കും പ്യൂരിഫൈ ചെയ്ത് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഡാമിലെ വെള്ളമാണ്. പിന്നെ അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറയാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാം. ഒന്നാമത്തത് സോഷ്യൽ പ്രോബ്ലമാണ്. എന്ത് സോഷ്യൽ പ്രോബ്ലമാണ് ഡാം വഴി ഉണ്ടാകരുത്? മെനി ട്രൈബൽസ് ആൻഡ് peasants are displaced and rendered homeless. കുറേ ആൾക്കാർ ട്രൈബൽസുകൾ ഈ ഡാമിൻ്റെ വരവോടുകൂടി ഹോംലെസ് ആയിട്ട് മാറി. ദേ ഡു നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് കോമ്പൻസേഷൻ ഓർ റീഹാബിലേറ്റൻ. അവർക്ക് എന്ത് കിട്ടിയിട്ടില്ല? റീഹാബിലിറ്റേഷൻ ഉണ്ടായിട്ടില്ല. പുനരധിവാസം ചെയ്യിച്ച് സർക്കാർ കൊടുത്തിട്ടില്ല. അഡിക്വേറ്റ് ആയിട്ടുള്ള അവർക്ക് പോയതിന് പകരമായിട്ടുള്ള കോമ്പൻസേഷനും അവർക്ക് കൊടുത്തിട്ടില്ല. അതാണ് സോഷ്യൽ പ്രോബ്ലം. എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എന്തൊക്കെയാണ്? ഡിഫോറസ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. ഡിസ്റ്റർബ്ഡ് എക്കോളജിക്കൽ ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്.
അടുത്തത് എക്കണോമിക് പ്രോബ്ലം. എന്തൊക്കെയാണ് ഡാംസിൻ്റെ എക്കണോമിക് പ്രോബ്ലംസുകൾ? അപ്പം സോഷ്യൽ പ്രോബ്ലം ഉണ്ട്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഉണ്ട്, എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെ എക്കണോമിക് പ്രോബ്ലംസ് ആണ്? ഹ്യൂജ് എമൗണ്ട് ഓഫ് പബ്ലിക് മണി ഈസ് യൂസ്ഡ്. കുറേ പബ്ലിക് മണി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്കണോമിക് ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നോ പ്രപ്പോർഷണേറ്റ് ബെനിഫിറ്റ് ടു പീപ്പിൾ. അതെന്താ? ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം പീപ്പിൾസിന്, ഈ പണം ചിലവാക്കിയതിൻ്റെ അത്രയും ഗുണം അത്രയും പീപ്പിൾസിന് എത്തിച്ചേർക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. നോ ആഡിക്വേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറും സക്സസ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് ടു മേക്ക് റെയിൻ വാട്ടർ പ്രൊക്കലേറ്റ് അണ്ടർ ദ ഗ്രൗണ്ട് സോ ആസ് ദ റീചാർജ് ഗ്രൗണ്ട് വാട്ടർ. എന്താ ചെയ്യുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹാർവെസ്റ്റിംഗ് ടു മേക്ക് റെയിൻ വാട്ടർ പ്രൊക്കലേറ്റ് അണ്ടർ ദ ഗ്രൗണ്ട് സോ ആസ് ടു റീചാർജ് ഗ്രൗണ്ട് വാട്ടർ. മഴവെള്ളത്തിനെ ഗ്രൗണ്ട് വാട്ടറായിട്ട് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുന്നതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ഷുഡ് മാനേജ്മെൻറ്റ് വർക്ക് ഓൺ സയൻറ്റിഫിക് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ. അതുമൂലം എന്താണ്? സയൻറ്റിഫിക് കൺസർവേഷൻ, സയൻറ്റിഫിക്കായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദ എയിം ഈസ് ടു ഡെവലപ്പ് പ്രൈമറി റിസോഴ്സ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ടു പ്രൊഡ്യൂസ് സെക്കൻഡറി റിസോഴ്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് ആനിമൽ ഫോർ യൂസ് ഇൻ വേ ദാറ്റ് വിൽ നോട്ട് കേസസ് എ ബയോളജിക്കൽ ഇംബാലൻസ്. റെയിൻ ബാലൻസ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബയോളജിക്കൽ ഇംബാലൻസസ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റെയിൻ ഹാർവെസ്റ്റിംഗ് നല്ലതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോറിങ് വാട്ടർ ഇൻ ദ ഗ്രൗണ്ട്. റെയിൻ വാട്ടറിനെ ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് ഇവാപ്പറേറ്റ്. അതെന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് അങ്ങനെ പോവില്ല. ഇറ്റ് സ്പ്രെഡ് ഔട്ട് ദ റീചാർജ് വെൽസ്. അതെന്ത് ചെയ്യും? അടുത്തുള്ള കിണറുകളിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും. ഇറ്റ് പ്രൊവൈഡ് മോയ്സ്ചർ ഫോർ വെജിറ്റേഷൻ ഓവർ എ വൈഡ് ഏരിയ. ഒരു വൈഡ് ഏരിയയിൽ ഭൂമിക്ക്, എർത്തിന് അല്ലെങ്കിൽ സോയിലിന് മോയ്സ്ചറൈസ് കൊടുക്കും. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ എ മൊസ്കിറ്റോസ്. ഇതെന്ത് ചെയ്യില്ല? മൊസ്കിറ്റോയുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് ഉപയോഗപ്പെടുത്തത്തില്ല. കാരണം ഭൂമിയുടെ മണ്ടയിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, ഭൂമിയിലേക്ക് താണു പോവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം എ കണ്ടാമിനേഷൻ ബൈ ഹ്യൂമൻ ആൻഡ് അനിമൽ വേസ്റ്റ്. അത് കാരണം കണ്ടാമിനേറ്റഡ് ആവില്ല ആ വെള്ളം. എന്തുകൊണ്ടാണ്? അത് ഭൂമിക്കടിയിലേക്ക് മോയ്സ്ചറായിട്ട്, അല്ലെങ്കിൽ വെള്ളം ഒരു വൈഡായിട്ടുള്ള ഏരിയയിലേക്ക് മോയ്സ്ചറൈസായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു അത് നമ്മൾ കഴിഞ്ഞു. ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഡാം എന്നാണ്. ഡാം ആർ മാസീവ് ബാരീസ് ബിൽറ്റ് അക്രോസ് റിവർ ആൻഡ് സ്ട്രീം ടു അറസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇങ്ങനെയാണ് ഡാം എന്ന വാക്കിന് ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തത് വൈ ഡു സി കെ ബിൽഡ് ലാർജ് ഡാം. എന്താണ്? വി ബിൽഡ് ലാർജ് ഡാം ഇൻ ഓർഡർ ടു സ്റ്റോർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. പിന്നെ പറയാൻ പോകുന്നത് വിച്ച് 3 മെയിൻ പ്രോബ്ലം ഷുഡ് പർട്ടിക്കുലർലി ബി അഡ്രസ്ഡ് ടു മെയിൻറ്റെയിൻ പീസ് എമോങ് ലോക്കൽ പീപ്പിൾ. എന്തോ പറയുന്നത്? ട്രാൻസ്പോർട്ട് വാട്ടർ ടു ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ ത്രൂ കനാൽ ടു യൂസ് ഇറ്റ് ഫോർ എ ഇറിഗേഷൻ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസ്. പിന്നെന്താ? സോഷ്യൽ പ്രോബ്ലം ആസ് ഇറ്റ് ഇൻവോൾവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ഒറിജിനൽ സെറ്റിൽമെൻറ്റ് ടു അതർ ലൊക്കേഷൻസ്. പിന്നെ പറയുന്നത് എക്കണോമിക് പ്രോബ്ലം റൈസിങ് ഡ്യൂ ടു ഹ്യൂജ് ഇൻപുട്ട് വിത്തൗട്ട് പ്രപ്പോർഷണേറ്റ് ബെനിഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇൻസ്റ്റെബിലിറ്റി ഡ്യൂ ടു ഡിഫോറസ്റ്റേഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്ലോറൽ ആൻഡ് ഫ്യൂണൽ ബയോഡൈവേഴ്സിറ്റി. എന്താണ് ഫ്ലോറൽ ആൻഡ് ഫ്യൂണൽ എന്ന് വെച്ചാൽ? പ്ലാന്റ്സ് ആൻഡ് അനിമൽ. ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ എല്ലാ ഏരിയയിൽ നിന്നും കവർ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം
ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ മക്കളെ.